നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. BP അങ്ങാടി നേർച്ചയ്ക്കിടെ ജാറം മൈതാനിയിൽ ഇടഞ്ഞ ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ചിതറിയോടിയതോടെ നേർച്ച നഗരിയിൽ നിലവിളികളായി. നിന്നുതിരിയാൻ ഇടമില്ലാത്ത വിധം ജനം തിങ്ങിക്കൂടി നിൽക്കുന്നതിനിടെയുണ്ടായ സംഭവത്തിൽ വലിയ ദുരന്തം വഴിമാറിയത് ഇടഞ്ഞതിനു പിന്നാലെ ആന ശാന്തനായതിനാൽ മാത്രം. കൊമ്പുകുലുക്കി ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ ആന നിമിഷനേരം കൊണ്ടാണ് നേർച്ച നഗരിയെ പരിഭ്രാന്തിയിൽ മുക്കിയത്. തൂവക്കാട് പോത്തന്നൂരിൽ നിന്ന് 5 ആനകളുമായി എത്തിയ പെട്ടിവരവ് ജാറം മൈതാനിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആയിരങ്ങളെ നടുക്കിയ സംഭവമുണ്ടായത്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന പൊടുന്നനെ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയും മുന്നിൽ കണ്ടയാളെ തൂക്കിയെടുത്ത് എറിയുകയുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വൻ ജനക്കൂട്ടം ജാറം മൈതാനിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് ആന പരാക്രമിയായത്. അതോടെ ജാറം മൈതാനി നിലവിളികളിൽ മുങ്ങി. ആനയുടെ മുന്നിൽ നിന്ന് ഒട്ടേറെ പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ചിതറിയോടിയതിനിടെ വീണാണ് മിക്കവർക്കും പരിക്കേറ്റത്. ആന തൂക്കിയെറിഞ്ഞയാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇയാളെ കോട്ടക്കലിലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 27 പേർക്കാണ് മൊത്തം പരിക്കേറ്റിട്ടുള്ളത്. എല്ലാവരും ആലത്തിയൂരിലെയും തിരൂരിലെയും ആശുപത്രികളിൽ ചികിത്സ തേടി. ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയതിന് പിന്നാലെ തന്നെ ശ്രീകുട്ടൻ ശാന്തനായത് വലിയ ആശ്വാസമായി. അതോടെ പരിക്കേറ്റവരെ അതിവേഗം ആശുപത്രികളിലേക്ക് മാറ്റാൻ സാധിച്ചു. ആനയെ നേർച്ച മൈതാനിയിൽ തന്നെ തളയ്ക്കുകയും പിന്നീട് ലോറി എത്തിച്ച് കൊണ്ടുപോവുകയുമായിരുന്നു. ആശിക്കും ഇവിടെ എവിടെയെങ്കിലും പള്ളിരാണ്ട് വരും. മാറ് മാറ് മുന്നിൽ മാറ്.
BP അങ്ങാടി നേർച്ചയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജാറം മൈതാനിയിൽ ആന ഇടയുന്നത്. നേർച്ചയ്ക്ക് എത്തിക്കുന്ന ആനകൾ പല സ്ഥലത്തും ഇടഞ്ഞ സംഭവങ്ങൾ മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജാറം മൈതാനിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാറില്ല. പോത്തന്നൂരിൽ നിന്നെത്തിയ ആനകൾ വരിയായി നിന്നതിന് പിന്നാലെയാണ് ശ്രീകുട്ടൻ ഇടഞ്ഞത്. ഇതോടെ കൂടെയുണ്ടായിരുന്ന ആനകളെ ഉടൻ നേർച്ച നഗരിയിൽ നിന്ന് മാറ്റി. സംഭവത്തിന് പിന്നാലെ നേർച്ച നഗരി മണിക്കൂറിലേറെ നേരം മുൾമുനയിലായി. 1 മണിക്കൂറിലേറെ നേരം പരിപാടികൾ നിർത്തിവെച്ചു. പിന്നീട് മറ്റു പെട്ടിവരവുകൾ ആനയെ എഴുന്നള്ളിക്കുന്നത് പോലീസ് വിലക്കി. സമാപന ചടങ്ങായ കമ്പം കത്തിക്കലിന് വാക്കാട് നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ എത്തുന്ന കമ്പക്കാരുടെ വരവിനും ആനയെ അനുവദിച്ചില്ല. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.